ഹായ്, എല്ലാവർക്കും ഈ പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഫിനാൻഷ്യൽ അഡ്വൈസർ ആയിട്ടുള്ള ജയശ്രീ മാമാണ്. മാമിനോട് നമുക്ക് ഫിനാൻഷ്യലുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കാം. വെൽക്കം മാം. താങ്ക് യു ദിലീപ്. മാം, ഈ പോഡ്കാസ്റ്റ് തുടങ്ങാൻ നിങ്ങളെ പ്രേരിപ്പിച്ച ഘടകം എന്താണ്? ഇന്ന് ഒരുപാട് പേർക്ക് ഇൻകം ഉണ്ട്, അല്ലെങ്കിൽ വരുമാനമുണ്ട്. പക്ഷെ അത് നല്ല രീതിയിൽ പ്ലാനിങ് ചെയ്യാത്തതാണ് പലരുടെയും കുഴപ്പം. അപ്പൊ ഈ മിക്ക ആളുകളും ഇൻകം ഇല്ലായ്മയല്ല ഇന്നത്തെ കാലത്തെ പ്രശ്നം. ഇൻകം ധാരാളമുണ്ട്, പക്ഷെ അതിനെ നല്ല രീതിയിൽ പ്ലാൻ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ അതിനെക്കുറിച്ചൊന്ന് സംസാരിച്ചാൽ പലർക്കും അത് ഒരു ഉപകാരമായിരിക്കും. അവരുടെ ഫിനാൻഷ്യൽ പ്ലാനിങ് നല്ല രീതിയിൽ നടത്താൻ അവർക്കൊരു ഗൈഡൻസ് എന്ന പോലെ അത് ഉപകരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ഒരു പോഡ്കാസ്റ്റിംഗ് തുടങ്ങിയത് തന്നെ. ഈ സാമ്പത്തിക സുരക്ഷ എന്നത് താങ്കൾ എങ്ങനെയാണ് മാം വ്യാഖ്യാനിക്കുന്നത്? സാമ്പത്തിക സുരക്ഷിതം എന്ന് പറയുന്നത് ഒരുപാട് പണം കയ്യിലുണ്ട് എന്നതല്ല. അതിനപ്പുറം നമുക്ക് ഒരു ലൈഫാണ്. പല എമർജൻസി സിറ്റുവേഷനും വരും. ആ സിറ്റുവേഷനിൽ ഒരു മണി പ്രോബ്ലം വന്നിട്ട് നമ്മൾ സ്റ്റക്കായി പോവാതെ അതിനെ ഓവർകം ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടാക്കിയെടുക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഈ പണസംബന്ധമായിട്ട് ഇന്നത്തെ യുവാക്കൾ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റെന്താണ് മാം? പണസംബന്ധമായിട്ട് ഇന്നത്തെ ജെൻസി ആളുകൾ ചെയ്യുന്നത്, അവർക്ക് ധാരാളം ഇൻകത്തിനുള്ള സോഴ്സ് ഉണ്ട് ഇന്ന്. പക്ഷെ അതിന് നല്ല രീതിയിൽ അവർ പ്ലാൻ ചെയ്യുന്നില്ല. ഭാവിയിലേക്ക് വേണ്ടി അവർ അതിനെ കരുതി വെക്കുന്നില്ല എന്നുള്ളതാണ് അവർ ചെയ്യുന്ന തെറ്റുകൾ. പല ആളുകൾക്കും ഉണ്ടാവുന്ന ഏറ്റവും വലിയൊരു സംശയമാണ്, ഈ സേവിങ്സ് ആണോ ഇൻഷുറൻസ് ആണോ ആദ്യം തുടങ്ങേണ്ടതെന്നുള്ളത്. മാമിന് അതിനെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? നമ്മളൊരു വീട് പണിയുമ്പോൾ ആദ്യം ബിൽഡിംഗ് മേപ്പോട്ട് കെട്ടുകയാണോ അടിത്തറ ശക്തമാക്കുകയാണോ ചെയ്യുന്നത്? നമ്മൾ തീർച്ചയായിട്ടും അടിത്തറ ശക്തമായി പണിതിട്ടാണ് മേപ്പോട്ട് ബിൽഡിംഗ് പണിയുന്നത്, അല്ലേ? അതുപോലെ തന്നെയാണ് ഒരു പ്രൊട്ടക്ഷൻ ഇല്ലാതെ നമ്മളുടെ ജീവിതത്തിൽ എന്ത് നമ്മൾ സേവിങ്സ് നടത്തിയാലും ഒരു മെഡിക്കൽ എമർജൻസി മതി, അല്ലെങ്കിൽ ഒരു മെഡിക്കൽ സിറ്റുവേഷൻ മതി അത് അപ്പാടെ തകർത്ത് കളയാനായിട്ട്. അപ്പൊ പ്രൊട്ടക്ഷൻ തന്നെയാണ് ഏറ്റവും ആദ്യം വേണ്ടത്. ഈ എല്ലാവരും കരുതുന്നത് ഇൻഷുറൻസ് എന്നത് ഒരു പണം കളയുന്ന ഏർപ്പാടാണെന്നാണ്. താങ്കൾക്ക് അതിനെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? ഇൻഷുറൻസ് എന്ന് പറയുന്നത് ഒരു അത്യാവശ്യമായിട്ടുള്ള ഒരു പ്രൊട്ടക്ഷനാണ്. നമ്മൾ നോക്കിയാൽ കാണാം, ഇന്ന് 10 ലക്ഷത്തിന്റെയോ 15 ലക്ഷത്തിന്റെയോ ഒക്കെ വാഹനങ്ങൾ വാങ്ങുന്നവർ കൃത്യമായിട്ട് ഇൻഷുറൻസ് എടുക്കുന്നുണ്ട് ആ വാഹനത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട്. എന്തുകൊണ്ട് അതിനേക്കാൾ വിലയുള്ള നമ്മളുടെ ജീവന് ആളുകൾ വില മതിക്കുന്നില്ല, അതിന് പ്രൊട്ടക്ഷൻ എടുക്കുന്നില്ല? അത് അറിവില്ലായ്മ തന്നെയാണ്. പ്രൊട്ടക്ഷൻ ഇല്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കില്ല. ഈ ഇടത്തരം കുടുംബാംഗങ്ങൾ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്ന ഈ സാമ്പത്തിക വിഷയം എന്താണ് മാം? ഇടത്തരം കുടുംബങ്ങളെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തുന്നത്, അല്ലെങ്കിൽ അവരെ ഏറ്റവും ബാധിക്കുന്നത് ഒരു മെഡിക്കൽ എമർജൻസിയാണ്. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റിട്ടയർമെന്റ് ലൈഫുമാണ്. മെഡിക്കൽ എമർജൻസിക്ക് വേണ്ട യാതൊരു പ്രിക്കോഷൻസും എടുക്കാതെ, പ്രിപ്പറേഷൻ ഇല്ലാതെ മുന്നോട്ട് പോകുന്ന ഒരു ഇടത്തരം കുടുംബത്തിൽ ഒരു മെഡിക്കൽ എമർജൻസി അവരെ കടക്കെണിയിലേക്കാക്കും. അതേപോലെ തന്നെയാണ് അവർക്ക് ഇൻകം പ്രൊട്ടക്ഷൻ ഇല്ലാതെ, അല്ലെങ്കിൽ ഒരു റിട്ടയർമെന്റ് ലൈഫിന് വേണ്ടി പ്ലാൻ ചെയ്യാതെ മുന്നോട്ട് പോകുന്നത്. അവരുടെ ഉത്തരവാദിത്തങ്ങൾ കഴിയുമ്പോൾ അവരുടെ കയ്യിൽ ഒന്നുമില്ലാതെ അവർ മറ്റുള്ളവരെ ആശ്രയിക്കേണ്ട അവസ്ഥയിലേക്ക് മാറുകയും ചെയ്യും. അതേപോലെ ഈ സാമ്പത്തിക പദ്ധതി തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും നല്ല സമയം ഏതാണെന്ന് ചോദിച്ചാൽ മാം അതിന് ഉത്തരം പറയും? ഇന്നാണ് അതിന് ഏറ്റവും നല്ല സമയം എന്നാണ് ഞാൻ പറയുക. അതായത് നമ്മളുടെ ഇൻകം എന്ന് ആരംഭിക്കുന്നോ അന്ന് തുടങ്ങി നമ്മൾ അതിന് വേണ്ട പ്ലാനിങ് റെഡിയാക്കണം. എത്രയും നേരത്തെ നമ്മൾ പ്ലാൻ ചെയ്യുന്നോ അത്രയും കൂടുതൽ നമുക്ക് ഒരു സ്ട്രഗിൾ ഇല്ലാതെ മുന്നോട്ട് പോകാനുള്ള ഫണ്ട് ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ളതാണ്. നമ്മുടെ ഈ പ്രോഡ്കാസ്റ്റ് കേൾക്കുന്ന ഒരാള് ആദ്യം എന്താണ് ചെയ്യേണ്ടത് ശരിക്കും? ഈ പോഡ്കാസ്റ്റ് കേട്ടുകൊണ്ടിരിക്കുന്നവര് ആദ്യം ചെയ്യേണ്ടത് ഒരു പെന്നും പേപ്പറും എടുക്കുക. അവരുടെ ഇൻകം, അവരുടെ സേവിങ്സ്, അവരുടെ ഒരു മാസത്തെ എക്സ്പെൻസ്, മറ്റു ഏതെങ്കിലും കടബാധ്യതകൾ ഉണ്ടെങ്കിൽ അത്, ഇതെല്ലാം അവരൊരു പേപ്പറിലേക്ക് എഴുതുക. അപ്പോൾ അവരുടെ ഉള്ളിൽ ഒരു നല്ലൊരു ക്ലാരിറ്റി വരും. എത്ര നമ്മളുടെ കയ്യിലേക്ക് വരുന്നുണ്ട്, എന്തൊക്കെ പോകുന്നുണ്ട്, നമുക്ക് എന്ത് പ്രൊട്ടക്ഷനാണ് ഉള്ളത് എന്നുള്ള ഒരു അവയർനെസ് അവിടെ കിട്ടും. ബാക്കി കാര്യങ്ങൾ ഈസിയാണ്. ഒരു ക്ലാരിറ്റി വന്നാൽ പിന്നെ നമുക്ക് പ്ലാൻ ചെയ്യാൻ ഈസിയാണ്. ഈ പണവുമായി ബന്ധപ്പെട്ട ശരിയായ പദ്ധതികൾ നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരും മാം? പണവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ചെയ്യുന്ന പ്ലാനിങ് അത് കൃത്യതയുള്ളതാണെങ്കിൽ നമുക്ക് മനസ്സമാധാനം കിട്ടും. രാത്രി സുഖമായിട്ട് ഉറങ്ങാൻ സാധിക്കും. അല്ലെങ്കിൽ നമ്മൾ രാത്രി കിടക്കുമ്പോഴാണെങ്കിലും നാളത്തെ എക്സ്പെൻസിന് എന്ത് ചെയ്യും, മറ്റന്നാളത്തെ ബില്ല് നമ്മൾ എങ്ങനെ ചെയ്യും, ഈ ആദ്യമായിരിക്കും. മനസ്സമാധാനം തരുന്ന ഒന്നാണ് ഫിനാൻഷ്യൽ പ്ലാനിങ് എന്ന് പറയുന്നത്. അതിലൂടെ നമുക്ക് സുരക്ഷിതത്വം ഉണ്ടാവും, മനസ്സമാധാനം കിട്ടും, അതുപോലെ അന്തസ്സും കിട്ടും. അവസാനമായിട്ട് നമ്മളെ കേൾക്കുന്ന ആളുകളോട് കൊടുക്കാനുള്ള ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു സന്ദേശം എന്താണ്? ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, ഇതുവരെയും ഫിനാൻഷ്യൽ പ്ലാനിങ് ആരംഭിച്ചിട്ടില്ലെങ്കിൽ ഒട്ടും വൈകാതിരിക്കുക എന്നുള്ളത്. ഡിലേ എന്ന് പറയുന്നത് നാളത്തെ നമ്മളുടെ വറിയായി മാറും. അതുകൊണ്ട് തന്നെ ഇന്നേ തന്നെ പ്ലാൻ ചെയ്യാൻ ആരംഭിക്കുക.
പണം പ്ലാൻ ചെയ്യുക എന്ന് പറയുന്നത് ഇൻകം വരുന്നതിനേക്കാൾ അപ്പുറം നമുക്ക് ഇൻകം അല്ല പ്രാധാന്യം. അതിനേക്കാൾ എത്ര രൂപ നമ്മുടെ കയ്യിൽ നിന്ന് വരുന്നു എന്നതിനേക്കാൾ അതിന് നമ്മൾ കൃത്യമായ ഒരു പ്ലാനിങ് ഉണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ പണത്തിനേക്കാൾ വലുത് അതിന് ഒരു കൺസിസ്റ്റൻസി ആയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു പ്ലാനിങ് ആണ്, ഒരു ഡിസിഷനാണ്. മാം, ഇനിയും ചില ആളുകൾക്ക് ഒരു ക്ലാരിറ്റി കുറവുണ്ടായിരിക്കും. അവരെ താങ്കൾക്ക് എങ്ങനെ അവരെ ഹെൽപ്പ് ചെയ്യാൻ കഴിയും? തീർച്ചയായിട്ടും ഒരു പ്രാവശ്യം കേട്ടതുകൊണ്ടൊന്നും ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല ഫിനാൻഷ്യൽ പ്ലാനിംഗ് എന്ന് പറയുന്നത്. അത് ഓരോരുത്തർക്കും വ്യത്യസ്തമായിരിക്കും. അപ്പോൾ കസ്റ്റമൈസ്ഡ് ചെയ്ത് തന്നെ നമ്മൾ ഓരോ പ്ലാനും റെഡിയാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും രീതിയിൽ ക്ലാരിറ്റി ഇല്ലായ്മയുണ്ടെങ്കിൽ, കൺഫ്യൂഷനിൽ നിൽക്കുന്നവർക്കുണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഞങ്ങളുമായിട്ട് സംസാരിച്ച് ഒരു 1-to-1 നിങ്ങൾക്ക് ക്ലാരിറ്റി വരുത്താനും മുന്നോട്ടുള്ള ജീവിതത്തിന് വേണ്ട ഫിനാൻഷ്യൽ പ്ലാനിംഗ് റെഡിയാക്കാനും സാധിക്കുന്നതാണ്. തീർച്ചയായിട്ടും കോൺടാക്റ്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു മാം. താങ്ക് യു ദിലീപ്. ഇങ്ങനെ ഒരു അവസരം തന്നതിൽ താങ്ക്സ്. നമുക്ക് കൂടുതൽ പോഡ്കാസ്റ്റ് വീഡിയോസുമായി കൂടുതൽ ആളുകൾക്ക് കൂടുതൽ അറിവുകൾ പകർന്നുകൊണ്ട് വീണ്ടും നമുക്ക് കാണാൻ സാധിക്കട്ടെ. ഒപ്പം ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഇനിയും ഒരു ക്ലാരിറ്റി വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇനിയും ഡിലേ ചെയ്ത് നിൽക്കുന്നവർ ഒട്ടും അമാന്തം കാണിക്കാതിരിക്കുക. ഇന്നു മുതൽ തന്നെ നിങ്ങളുടെ പ്ലാനിങ് ആരംഭിക്കുക. താങ്ക് യു. താങ്ക് യു മാം.